ഹലോ ഫ്രണ്ട്സ്, എന്ന് വന്നിരിക്കുന്നത് ഗംഭീരമായിട്ട് അപ്ഡേറ്റാണ്. നമ്മുടെ സ്വന്തം ഖാലിദ് റഹ്മാനും മമ്മൂട്ടിയും ആസിഫ് അലിയും അത് നസ്ലീനും എല്ലാവരും കൂടി ഒന്നിക്കുന്ന ഒരു വാർത്ത വളരെയധികം എന്താ പറയുക, സോഷ്യൽ മീഡിയയിൽ ഗംഭീരമായിട്ടുള്ളൊരു റെസ്പോൺസോടു കൂടി ഇങ്ങനെ ട്രെൻഡായിട്ടുണ്ടായിരുന്നു. ആ ട്രെൻഡിന് ഒന്നുകൂടി ആക്കം കൂട്ടാനായിട്ട് ഒരു മാസ്റ്റർ പീസും കൂടി കയറി വന്നിട്ടുണ്ട്. നമ്മുടെ സ്വന്തം അനിരുദ്ധ് അദ്ദേഹമാണ് ഈ മ്യൂസിക് ചെയ്യാൻ പോകുന്നതാണ് ഈ പറയാൻ പറ്റിയിരിക്കുന്നത്. എന്തായാലും ഈ ഒരു മട്ടാഞ്ചേരി മാഫിയ എന്ന് പറയുന്ന സിനിമയിൽ അനിരുദ്ധും കൂടി ചേരുമ്പോൾ എന്തായിരിക്കും എടുത്തു വയ്ക്കാൻ പോകണമെന്ന് യാതൊരു അറിവുണ്ടാവില്ല. അത് ഗംഭീരം. കാരണം അനിരുദ്ധ് വരുന്ന ആൾ ഒരു പക്ഷേ അദ്ദേഹത്തിന് മ്യൂസിക് നമുക്ക് ചിലപ്പോൾ ഒരേപോലെയൊക്കെ തോന്നുമായിരിക്കും, ചിലപ്പോൾ ഒരു പലയിടത്തും കോപ്പിയൊക്കെ തോന്നിക്കും. പക്ഷേ അദ്ദേഹം ആ ഒരു പ്രൊഡക്റ്റിന് വേണ്ടിയിട്ട് അത് വളരെ ഗംഭീരമായിട്ട് ഉപയോഗിക്കും. നമുക്ക് എത്ര തന്നെ നമ്മൾ അദ്ദേഹത്തിന് കുറ്റം പറഞ്ഞാലും, ഇപ്പോൾ അദ്ദേഹം വേറെ കോപ്പി അടിച്ച് പറഞ്ഞാലും, പക്ഷേ ആ പ്രൊഡക്റ്റ് ആ സിനിമയ്ക്കും ആ സന്ദർഭങ്ങൾക്കും വളരെ അടിപൊളിയായിട്ട് ഉപയോഗിച്ചിരിക്കും. അത് നമ്മളെ കൊണ്ട് എന്നിട്ട് ഈ ഗൂസ് ബൂംസ് ഉണ്ടല്ലോ അത് കയറ്റി വരിപ്പിക്കും. അങ്ങനെ ചെയ്യാനുള്ളൊരു വലിയൊരു കഴിവ് അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ വിജയും ഇപ്പോൾ പല സിനിമകൾ അദ്ദേഹം എടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും നല്ല സെറ്റപ്പായിട്ട് മ്യൂസിക് ചെയ്തിട്ടുണ്ടാകും. അത് നമുക്ക് പലരുടെ റെഫറൻസ് തോന്നുകയും ചെയ്യും. പക്ഷേ എന്നാലും ആ സിനിമയ്ക്കും ആ ഒരു നായകയും നമ്മൾ കാണുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടു. അതുതന്നെയായിരിക്കും ചിലപ്പോൾ. എന്തായാലും അനിരുദ്ധും കൂടി ഈ സിനിമയിൽ വരുമ്പോൾ മ്യൂസിക്കിനുണ്ടാകുന്ന പ്രാധാന്യത്തിൻ്റെ ഒരു ഹൈപ്പ് എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. കാരണം ഇതൊരു ഗ്യാങ്സ്റ്റർ ബേസ് പടമൊക്കെ ആണെന്നാണ് ശരിയൊരു അഭ്യൂഹം വന്നിരുന്നത്. ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ച് വലിയതായിട്ടുള്ളൊന്നും പുറത്തു വന്നിട്ടില്ല. അപ്പോൾ ആകെ ഒരു പോസ്റ്റർ വന്നു, പിന്നെ കുറച്ച് ആരൊക്കെയാണെന്ന് അറിയാൻ പറ്റി, അതാണ്. പിന്നെ പേര് മട്ടാഞ്ചേരി മാഫിയ. അപ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? കോമഡി ഇല്ലെന്ന് മനസ്സിലായി. പക്ഷേ എന്നാലും ഗംഭീരമായുള്ളൊരു വലിയൊരു സ്കെയിൽ തന്നെയായിരിക്കും മൂവി വരിക. കാരണം അത്രയും വലിയ സ്റ്റാർ ഇതിലുണ്ട്. പിന്നെ മാർക്കോയൊക്കെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള, പിന്നെ കാട്ടാളിനൊക്കെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള അവർ തന്നെയാണ് ഇത് ഈ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ക്യൂബിക്സ് ആ ഒരു എൻ്റർടൈൻമെൻറ്റ്സ് തന്നെയാണ്. എന്തായാലും പടം കിടുക്കാച്ചി ആവുന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. കാരണം അത്ര മനോഹരമായിരിക്കും. ഒന്നത് ഡയറക്ടർ പറയുന്നത് ഒരു അടിപൊളി ഡയറക്ടറാണ്. എന്നുവെച്ചാൽ ഖാലിദ് റഹ്മാൻ. അദ്ദേഹത്തിൻ്റെ നിങ്ങൾക്ക് അറിയാം, അദ്ദേഹത്തിൻ്റെ തല്ലുമാല, അദ്ദേഹത്തിന് മുമ്പ് വന്നിട്ടുള്ള നമ്മുടെ ആസിഫ് അലി ആയിട്ടൊക്കെ വന്നിട്ടുള്ള മൂവി, അങ്ങനെ ഒട്ടുമിക്ക അതൊക്കെ നല്ല അതിഗംഭീര മൂവീസ്. എനിക്ക് ഈ അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകതരം ഒരു ട്രീറ്റ്മെൻ്റ് ആയിരിക്കും ഇദ്ദേഹത്തിൻ്റെ സിനിമ എന്ന് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഇദ്ദേഹം സിനിമ കാണാൻ ഒരു പ്രത്യേകതരം താല്പര്യം ഉണ്ട്. ചില ഡയറക്ടേഴ്സ് നമുക്ക് പറയില്ല, നല്ല നല്ല അടിപൊളിയായിട്ട് ഒരു മൂവി എടുക്കുന്ന രീതിയും അവർ കഥ പറയുന്ന രീതിയും ആ കഥയിലേക്ക് അവർ കൊണ്ടുവരുന്ന ക്യാരക്ടേഴ്സിനെ അതെങ്ങനെയൊക്കെയാണ് സന്ദർഭങ്ങളൊക്കെ ഭയങ്കര രസമായിരിക്കും. അങ്ങനെ കുറേ അധികം ആളുകളുണ്ട്. നമുക്കിപ്പോൾ എന്തുകൊണ്ട് ജോഷി സാറിന് ഇഷ്ടപ്പെടുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ ഒരു കഥ പറച്ച രീതി ഒരു പ്രത്യേക രീതിയാണ്. അത് പറഞ്ഞ പോലെയാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക രീതിയിലാണ്. ഇപ്പോൾ ജോസ് പള്ളിശ്ശേരി അദ്ദേഹം കൊണ്ടുവന്ന രീതി വേറെ ആയിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ പോകുന്ന വഴിയിൽ നമുക്ക് ഇദ്ദേഹത്തിൻ്റെ കഥ, എനിക്കങ്ങനെ കുറേ പേരുടെ കഥ പറച്ചിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കിഷാന്തിൻ്റെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ അങ്ങനെ കുറേ ആളുകളുടെ ഒരു കഥ പറച്ച രീതി ഭയങ്കരമായിരിക്കും. കിഷാന്തിലേക്ക് ആകുമ്പോൾ നല്ല രസമായിരിക്കും. മനുഷ്യ പുരുഷ പ്രേതമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും അത് വളരെ രസകരമായിട്ടുള്ള അദ്ദേഹം ചിത്രീകരിക്കുന്ന. അതുപോലെ തന്നെ ഇതും ഭയങ്കര രസം. ആവാസ വ്യൂഹം കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കട്ടോ, അതൊക്കെ നല്ല സെറ്റപ്പ് സിനിമയാണ്. പക്ഷേ അത് കാണാൻ നിങ്ങൾക്കുള്ള മനസ്സുണ്ടാവണം. കിഷാന്ത് പറഞ്ഞ അങ്ങനെ ഒരു ആളാണ്. അപ്പോൾ അതുപോലെ ഈ സിനിമയ്ക്ക് വളരെ ഒരു കഥ പറയുന്ന രീതിക്ക് ഭയങ്കര പ്രാധാന്യം കൊടുത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരാളും കൂടിയാണ് ഈ ഖാലിദ് റഹ്മാൻ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ സിനിമകൾ എപ്പോഴും ഗംഭീരമായിരിക്കും. അപ്പോൾ അദ്ദേഹത്തിന് പറയാൻ ശ്രമിക്കുന്ന കഥ വളരെ രസകരമായി പറയും. അത് നല്ലപോലെ നമുക്കൊന്ന് എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും ചെയ്യാനുള്ള സിനിമ. അത് എൻ്റർടൈൻമെൻ്റ് ആയിട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വലിയൊരു കഴിവും കൂടിയാണ്. അപ്പോൾ മമ്മൂട്ടിയുമായിട്ട് രണ്ടാമത്തെ പ്രാവശ്യം ഒന്നും അവർ കൂടുന്നു. ഓൾറെഡി ഉണ്ടാകുന്ന സിനിമ നമുക്ക് കണ്ടാണ് ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ വന്ന പടം. പക്ഷേ അത് നോർത്ത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉണ്ടാകുന്നൊരു കറക്റ്റ് ഇപ്പോൾ നടക്കുന്നതും ഈ സമകാലീനം നടന്നുകൊണ്ടിരിക്കുന്നതൊക്കെ തന്നെയാണ് അവർക്ക് അന്ന് പറഞ്ഞത്. അത് എത്രമാത്രം ആപ്റ്റാണെന്ന് നമുക്ക് തോന്നി. എന്തായാലും നമുക്കറിയാവുന്നതാണ് നോർത്ത് ഇന്ത്യയിലേക്ക് ഇങ്ങനെയൊക്കെ തന്നെയാണ്. അത് വളരെ വ്യക്തമായിട്ടും വളരെ പൊളിറ്റിക്കൽ ബേസിലായിട്ട് പറഞ്ഞു ചെയ്തു. അത് മമ്മൂട്ടി എന്ന പ്രതിഭ അടിപൊളിയായിട്ട് അഭിനയിച്ചു. മാണി സാറായിട്ട് നല്ല സെറ്റപ്പായിട്ട്. അതായത് ഇതിൽ വരുമ്പോൾ ഒന്നുകൂടി ഒരു കലക്കൻ സ്റ്റൈലിഷ് വേഴ്സിലായിരിക്കും വരിക. അതുകൊണ്ട് തന്നെ സിനിമ ഒരു ഗംഭീരമാകുമെന്നുള്ള കാര്യത്തിൽ സംശയം ഉണ്ടാവില്ല. കാരണം നല്ല മ്യൂസിക്കും കൂടി ആകുമ്പോൾ അഭിനയത്തിൻ്റെ കാര്യത്തിൽ എല്ലാവരും ഉണ്ടല്ലോ. ഇപ്പോൾ ട്രെൻഡിങ് ആയി കിടക്കുന്ന ആളുകളെല്ലാം ഉണ്ട്. ഇപ്പോൾ ആസിഫ് അലി ആണെങ്കിലും നസ്ലീൻ ആണെങ്കിലും ഇവരൊക്കെ ഒരു ഭയങ്കര ട്രെൻഡ് സെറ്റാണ് ഇപ്പോൾ കേരളത്തിലൊക്കെ പറയുമ്പോൾ. ആസിഫ് അലിയിലേക്ക് പറയുമ്പോൾ എല്ലാ സിനിമകളും ജയിച്ചുകൊണ്ട് വരുന്നതിന് അദ്ദേഹത്തിൻ്റെ രീതിയിലൊരു അറ്റൻഷനാണ് ഈ പ്രേക്ഷകർക്കുള്ളത്.
അതുപോലെ തന്നെ ആയിരിക്കും ഇദ്ദേഹത്തിൻ്റെയും നമ്മുടെ ഈ അനിരുദ്ധിനെ എല്ലാവർക്കും ഇഷ്ടപ്പെടും. കാരണം അദ്ദേഹത്തിൻ്റെ മ്യൂസിക് എല്ലാവർക്കും ഇഷ്ടപ്പെടാതെ ഒരാളും ഉണ്ടാവില്ല. റോക്ക് സ്റ്റാർ എന്നൊക്കെ അറിയപ്പെടുന്ന വ്യക്തിയാണ്. അപ്പോൾ എന്തായാലും മമ്മൂട്ടി ഇദ്ദേഹത്തിൻ്റെ മ്യൂസിക്കിൽ നടന്നു വരിക. നമ്മൾ സുഷിൻ ശ്യാമിൻ്റെ മ്യൂസിക്കിൽ കണ്ടായിരുന്നു. നമ്മൾ കണ്ട് അടിപൊളിയായിട്ട് മമ്മൂട്ടീനെ പ്ലേസ് ചെയ്ത് ആ ഭീഷ്മപർവ്വതത്തിൽ കലക്കം കിടക്കാച്ചി ഒരു എൻട്രിനൊക്കെ കൊടുത്ത് സെറ്റപ്പാക്കി നമ്മൾ ഗൂസ് ബംസൊക്കെ ഇങ്ങനെ പറന്ന് പറയില്ല, ആ ലെവലിലേക്ക് എത്തിച്ചു. അപ്പോൾ അതുപോലെ തന്നെ അനിരുദ്ധിൻ്റെ ഒരു മ്യൂസിക്കിലേക്ക് മമ്മൂട്ടി നടന്നു വരും, ഓടുകയും ചാടുകയും ആക്ഷൻ സീൻസൊക്കെ ചെയ്യുന്നത് കാണാൻ ഏറെ പ്രതീക്ഷയുണ്ട്. പ്രേക്ഷക നിലയിൽ ഭയങ്കരമായിട്ട് ഒരു രസമായിരിക്കുമല്ലോ കാര്യങ്ങൾ. എന്തായാലും ഇത്തരം സിനിമകളൊക്കെ നമ്മൾ കുറച്ചുകൂടി ആസ് എ പ്രേക്ഷകൻ എന്ന് പറയുന്നത് ഒരു ഫാനൊന്നുമല്ല, പക്ഷേ പ്രേക്ഷക നിലയിലാകുമ്പം നമുക്ക് കുറച്ചുകൂടി ഗൂസ് ബംസൊക്കെ ഫീൽ ചെയ്യും. നമുക്കൊരു എല്ലാവരുടെ മൂവിയും കാണാൻ നമുക്ക് താല്പര്യപ്പെടുന്നതുകൊണ്ട് തന്നെ നല്ലപോലെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ഒരാളിനെ മാത്രം കോറിന് ചെയ്യുമ്പോഴാണ് നമുക്ക് പല മൂവിയും ഇഷ്ടപ്പെടാണ്ട് വരുന്നത്. നമുക്ക് മുമ്പ് എല്ലാവരും തുറന്നിട്ട പുസ്തകം പോലെ ഇങ്ങനെ ഇല്ലേ എല്ലാവർക്കും ഒന്ന് വായിച്ചിട്ട് പോകാം ആ ലെവലിൽ. അതുപോലെ നമുക്ക് ആരുടെ സിനിമ കണ്ടാലും നമുക്കിഷ്ടമാണ്. അപ്പോൾ അതൊരു സിനിമ കിടക്കാച്ചിയാവും, നല്ല ഒരു പ്രൊഡക്റ്റായിട്ട് വരും. കാരണം അതിനുള്ളൊരു ചേരുവ തന്നെയാണ് ആക്ടേഴ്സായാലും മ്യൂസിക് ഡയറക്ടറായാലും ഇപ്പോൾ ഡയറക്ടറായാലും അതിൻ്റെ മിക്കഞ്ഞ അഭിനേതാക്കളൊക്കെ അടിപൊളിയാണ്. കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ പ്രൊഡ്യൂസറാണെങ്കിൽ നല്ല ഗംഭീര പ്രൊഡ്യൂസറും കൂടിയാണ്. അപ്പോൾ അതിൽ സിനിമ ഇറങ്ങി നല്ല അടിപൊളി കിടക്കാച്ചി വരട്ടെ. എന്തായാലും നിങ്ങൾക്കും ഇതുപോലുള്ള ഇനിയും അപ്ഡേറ്റുകൾ വരും കാത്തിരിക്കുന്നുണ്ടെങ്കിൽ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യൂ. അതിൽ നിങ്ങൾക്ക് വളരെ രസകരമായിട്ടുള്ള കുറേ വീഡിയോസും കാണാൻ പറ്റും. അതെന്തായാലും അത് നല്ലൊരു വീഡിയോ നല്ലൊരു സിനിമയൊക്കെ ആയി നല്ലൊരു സിനിമ നമുക്കെന്തായാലും ഈ മട്ടാഞ്ചേരി മാഫിയ എന്ന് പറഞ്ഞ് ഉണ്ടാവട്ടെ. നമ്മൾ പ്രേക്ഷകർ ഫസ്റ്റ് ഷോ ആണ് നമ്മുടെ മെയിൻ പരിപാടി. എല്ലാ സിനിമയും ഫസ്റ്റ് ഷോ കാണുകയും ചെയ്യും. ഇങ്ങനെ തോന്നിയാൽ മാത്രമേ നമ്മൾ റിവ്യൂ ഇടുന്ന ഒരാളാണ്. ഇല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് ഇന്ന സിനിമ കണ്ടുകൊണ്ട് റിവ്യൂ ഇടുന്നില്ല. ഞങ്ങൾക്ക് സിനിമ കാണും എല്ലാ ദിവസവും. ഇപ്പോൾ എല്ലാ ഫസ്റ്റ് സിനിമയും ഫസ്റ്റ് ഡേനെ കാണും. പക്ഷെ നമുക്ക് കുറച്ചുകൂടി നമ്മുടെ മനസ്സിൽ തട്ടി കഴിഞ്ഞാൽ ആ സിനിമ നമ്മൾ റിവ്യൂ ഇട്ടിരിക്കും. അതാണ് നമ്മുടെ ഒരു അങ്ങനെയാണ് നമ്മൾ ശീലിച്ചിരിക്കുന്നത്. അങ്ങനെ എന്തായാലും ഈ സിനിമ നല്ല അടിപൊളി ഗംഭീരമായി വരട്ടെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നല്ല കിടക്കാഴ്ചയായിട്ട് പോരട്ടെ. എന്തായാലും നല്ല നല്ല സിനിമകൾ വരാനായിട്ട് നമുക്ക് അറിയാം. എല്ലാവരും ഓക്കെ ഗൈസ്, ടേക്ക് കെയർ, ബൈ, സീ യു.